Hello everyone, good afternoon. Good afternoon. നമ്മളിന്ന് തേർഡ് ഇയറിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സബ്ജക്റ്റുകൾ BPCC 112ഉം പിന്നെ അതുപോലെ തന്നെ 111 അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. നമ്മൾ 113 പാർട്ട് 2 ആണ്, 111 പാർട്ട് 1 ആണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ രണ്ട് സബ്ജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് 112 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്, OB. ചെറിയൊരു സബ്ജക്റ്റ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് 112. 111 പക്ഷെ അത്രയ്ക്ക് ഈസി അല്ല. 113 പഠിച്ചവർക്ക് അറിയാൻ പറ്റും, ഡിസോർഡേഴ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് തുടങ്ങുന്നത് ആ ഒരു പാത്തോളജി അങ്ങനെയുള്ള ഒരു ടോപ്പിക് തുടങ്ങുന്നുണ്ട്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് 111. അപ്പൊ ഇപ്പൊ നമ്മൾ 112 നോക്കുന്നുണ്ട്. ഇന്ന് തൊട്ടിട്ട് ഡെയിലി നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇന്നിപ്പോ ഞാൻ ഒരു സബ്ജക്ട് എടുക്കുന്നുള്ളൂ. നല്ല മഴയാണ്, നമ്മൾ കഴിഞ്ഞ വീക്കും മഴ കാരണമാണ് ഇങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ നീക്കിപ്പോയത്. ഇന്നിപ്പോ ഒരു സെഷനെങ്കിലും എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തൊട്ട് നല്ല മഴയാണ്. അവിടെയൊക്കെ മഴ ഉണ്ടോ? വയനാട് നല്ല മഴയുണ്ട്. ഇപ്പൊ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ. കോമൺ ആയിട്ട് നമുക്കറിയാലോ, കോർ സബ്ജക്റ്റ് ആണ്. 112 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വരുന്ന സബ്ജക്റ്റ് ആണ് കേട്ടോ. 112ഉം 114 ആണ് തേർഡ് ഇയറിലെ പ്രാക്ടിക്കൽസ് വരുന്നത്. അതില് നമുക്കറിയാം 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, 300 വേർഡ്സ് എഴുതണം. അപ്പൊ ഒരു 3 to 4 പേജസ് ഒക്കെ എഴുതിയാലാണ് നമുക്ക് ആൻസർ കിട്ടുക. OBനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും, കാരണം നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ സ്ട്രെസ് മാനേജ്മെന്റ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണ് OB. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടത് ഈസി ആയിരിക്കും. ദ ഫീൽഡ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. എന്താണ് OB എന്ന് ആദ്യം മനസ്സിലാക്കണം. OB എന്ന് പറയുമ്പോൾ എന്താ? ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു ഓർഗനൈസേഷനിലെ ബിഹേവിയറിനെ പറ്റി പഠിക്കാം. ആരോടൊക്കെ ബിഹേവിയർ പഠിക്കും? ഓർഗനൈസേഷനിൽ എത്ര ആളുകൾ ഉണ്ടായിരിക്കും? അവിടെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും, എംപ്ലോയേഴ്സ് ഉണ്ടായിരിക്കും, മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? കുറെ ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ ബിഹേവിയർ എങ്ങനെ ഓർഗനൈസേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷന്റെ റൂൾസും നോംസും ഒക്കെ ഇവരുടെ ബിഹേവിയറിനെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് കാര്യങ്ങളാണ് OBയിലെ നോക്കുന്നത്. അപ്പൊ പഴയ കാലത്ത് സംബന്ധിച്ചിടത്തോളം OB ജസ്റ്റ് ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എംപ്ലോയി, ഓർഗനൈസേഷൻ, അതിൽ മാത്രമല്ലോ. ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്, ഓർഗനൈസേഷൻ എങ്ങനെ മെച്ചപ്പെടുത്താം, ഓർഗനൈസേഷന്റെ പച്ചപ്പ് മാത്രമായിരുന്നു ഫസ്റ്റിലൊക്കെ OB എന്ന് പറയുന്നത്. ഇപ്പൊ അതൊക്കെ മാറി അവിടുത്തെ എംപ്ലോയീസിനെയും കൂടെ കൺസിഡർ ചെയ്ത് അവരുടെ പേഴ്സണൽ ലൈഫും ആ പേഴ്സണൽ ലൈഫിലുള്ള ഇഷ്യൂ കൊണ്ട് അവർക്ക് ഓർഗനൈസേഷനിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഈ എംപ്ലോയീസിന്റെ വെൽബീയിങ് ഒക്കെ OB കൺസിഡർ ചെയ്തു തുടങ്ങി. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫീൽഡ് ഓഫ് OB concerns itself with the study of the behavior of individuals and groups in the context of organization. കണ്ടോ, ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിലെ ഇൻഡിവിജ്വൽസിന്റെയും ഗ്രൂപ്പ്സിന്റെയും ബിഹേവിയർ ആണ് ഇവിടെ OBയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ ഫോളോയിങ് ഇക്വേഷൻ പ്രൊവൈഡ്സ് എ ഫണ്ടമെന്റൽ ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് OB. ഒരു ഇക്വേഷൻ തരുന്നുണ്ട്, ബിഹേവിയർ ഈക്വൽ ടു FOPE. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 107 സോഷ്യൽ സൈക്കോളജിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. B ഈക്വൽ ടു FOP, E. ഇവിടെ ഇപ്പൊ E എന്ന് പറയുന്നത് എന്താ? പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. E എന്ന് പറയുന്നത് എൻവയറമെന്റ് ആണ്. അതായത് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ രണ്ടിന്റെയും കൂടെ വർക്കാണ്. നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും പ്ലസ് എൻവയറമെന്റൽ ഫാക്ടേഴ്സും, ഇത് രണ്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ബിഹേവിയർ പുറത്ത് കാണിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയെന്ന് വിചാരിക്കാം, നമ്മൾക്ക് ദേഷ്യം പെട്ടെന്ന് വരും, അല്ലെ? എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഒരുപാട് നമ്മളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഓൺ ദ വേ നമ്മൾ ജോലിക്ക് പോകുമ്പോ നേരെ വിളിച്ചാൽ മേടിച്ച് കുളിച്ചൊരുങ്ങി ജോലിക്ക് പോവുകയാണ്. ഓൺ ദ വേയിൽ നമ്മൾ ഒരു ആക്സിഡന്റ് കണ്ടു. അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? നമ്മുടെ ആ ഒരു ഡേ മൊത്തം പോവാൻ ചിലപ്പോൾ ആ ഒരു സാധനം മതി, അല്ലെ? നമ്മുടെ ബിഹേവിയർ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്ലസ് നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും അതിൽ ഇൻവോൾവ് ആണ്. നമ്മൾ ഈ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നെർവസ് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
പിന്നെ അന്നത്തെ ദിവസം പറയണ്ട. ആ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ അന്നത്തെ ദിവസം മൊത്തം കളയും. അപ്പൊ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബിഹേവിയർ. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെന്റ്. Human behavior is thus a function of the individual's personal characteristics and environment context. കണ്ടോ, environmental context. അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും എൻവയറമെന്റൽ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അവർ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ബേസ്ഡ് ഓൺ ജനറ്റിക് ഫാക്ടേഴ്സ് പ്ലസ് ഓൾ ദ പാസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ദാറ്റ് ഹാവ് ഷേപ്ഡ് ഹു വി ആർ. നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ജന്മനാ നമുക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് എങ്ങനെയാണോ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. ഒരേപോലത്തെ മുടി, അല്ലെങ്കിൽ നീല കണ്ണ്, പൂച്ചക്കണ്ണ്, അല്ലെങ്കിൽ ഒരേ സൗണ്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പേടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ മക്കളും ചിലപ്പോൾ അതേപോലെ പേടിയുള്ള ആൾക്കാരായിരിക്കും. അച്ഛനൊക്കെ നല്ല ധൈര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുട്ടികളും ചിലപ്പോൾ അതേപോലെ ഭയങ്കര ധൈര്യശാലികളായിരിക്കും. അപ്പൊ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആർ ബേസ്ഡ് ഓൺ ജനറ്റിക് ഫാക്ടേഴ്സ് പ്ലസ് എന്തുണ്ട്? നമ്മുടെ പാസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അതായത് നമ്മൾ എൻവയറമെന്റിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. We bring these personal characteristics into the organizational situation, which in turn affects the way we think and act. നമ്മുടെ ഈ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും അല്ലെ? അല്ലാതെ നമ്മൾ വീട്ടിലിട്ടിട്ട് പോരുമോ? ഒരിക്കലുമില്ല. നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ കൂടെ ഉള്ളതാ. നമ്മൾ എവിടെ പോയാലും ഒരുവിധം നമ്മളത് അടക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ അത് പുറത്തേക്ക് തള്ളും. അപ്പൊ ഓർഗനൈസേഷണൽ സിറ്റുവേഷനിലോട്ട് നമ്മൾ ഈ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊണ്ടുപോകും, വിച്ച് ഇൻ ടേൺ അഫക്ട്സ് ദ വേ വി തിങ്ക് ആൻഡ് ആക്ട്. നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു, അതൊക്കെ ഈ ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എൻവയറമെന്റൽ കോണ്ടെക്സ്റ്റ് ഫാക്ടേഴ്സ് സച്ച് ആസ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, കൾച്ചർ, nature of the job, management style and so on also have a direct influence on our behavior. ഇനി എൻവയറമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ, സോറി, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാ? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, കൾച്ചർ, ജോലിയുടെ നേച്ചർ, മാനേജ്മെന്റ് സ്റ്റൈല് അല്ലെ. ഭയങ്കര കട്ടിയുള്ള ജോലിയാന്ന് വിചാരിക്കുക. മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്, ഭയങ്കര റൂഡായിട്ടുള്ള മാനേജ്മെന്റ് ആണ്. നേരത്തെ ചുവന്ന ശമ്പളം ഒന്നും തരുന്നില്ല, ഓവർ ടൈം കൊടുക്കുകയാണ്, അതിനുള്ള സാലറി കൊടുക്കുന്നില്ല, ഒരു 5 മിനിറ്റ് നേരം വൈകി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും, നമ്മൾ ഭയങ്കര ഒരു ആംഗ്രി ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബിഹേവിയർ നമുക്ക് പുറത്തേക്ക് വരും. അപ്പൊ ഇതൊക്കെ അവിടെ പഠിക്കുന്നതാണ് എന്ത്? OB എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പൊ OB എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. OBയുടെ കുറച്ച് ഡെഫിനിഷൻസ് 3 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് നോക്കുക. ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ, ഫംഗ്ഷനിങ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദ ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാ. എന്തൊക്കെയാണ് പറയുന്നത്? ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും ഫംഗ്ഷനിങ്ങും പെർഫോമൻസും ഒക്കെ പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ്സിന്റെയും ഇൻഡിവിജ്വൽസിന്റെയും ബിഹേവിയർ പഠിക്കുക. ഇതാണ് OB. Next is the field that seeks knowledge of behavior and behavioral settings by systematically studying individual, group and organizational processes. എന്തൊക്കെയാണ്? അതായത് ബിഹേവിയർ, ഓർഗനൈസേഷണൽ സെറ്റിങ്ങിലെ പറ്റിയിട്ടുള്ള സെറ്റിംഗ്സിലെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള അറിവുകൾ, അതൊക്കെ നമ്മളിങ്ങനെ സീക്ക് ചെയ്യുക. എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ? ബൈ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡിങ്. സിസ്റ്റമാറ്റിക്കലി ആണ് പഠിക്കുന്നത്. വെറുതെ ഓടിച്ചെന്ന് നമ്മള് എംപ്ലോയീസിന്റെ ബിഹേവിയർ പഠിക്കുക, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ബിഹേവിയർ പഠിക്കുക, അങ്ങനെയല്ല. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. സിസ്റ്റമാറ്റിക്കലി ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പിനെയും ഓർഗനൈസേഷണൽ പ്രോസസ്സിനെയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഇമ്പാക്ട് that individuals, group and structure have on behavior within the organization for the purpose of applying such knowledge toward improving an organization effectiveness. നെക്സ്റ്റ് പറയുന്നത് എന്താ? കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. അതായത് ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പിനെയും ഒക്കെ നമ്മൾ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്റെ ഒക്കെ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് അപ്ലൈയിങ് സച്ച് നോളജ് ടുവേർഡ് ഇംപ്രൂവിംഗ് എൻ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്. ഓർഗനൈസേഷന്റെ പച്ചപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും കൂടെയാണ് OBയുടെ ഡെഫിനിഷൻ. അങ്ങനെ 3 ഡെഫിനിഷൻ വരുന്നുണ്ട്. ഏതെങ്കിലും ഈസി ആയിട്ടുള്ള ഒന്ന് പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരെണ്ണാണ് ഈസി ആയിട്ടുള്ളത്. ഇനി ഒക്കെയാണ് ഈ 3 ഒക്കെയാണോ പറഞ്ഞത്? Next, the 3 common key aspects of these definitions. 3 common key aspects. അതായത് ഈ 3 ഡെഫിനിഷൻസിലും കൂടെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. Systematic study, OB seeks to develop a base of knowledge using systematic, empirical and research-oriented approach. OB യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. റിസർച്ച് ഓറിയന്റഡ് അപ്രോച്ച് ആണ്. റിസർച്ച് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കും അല്ലെ? സോ അതിനെ നമുക്ക് റിസർച്ച് ഓറിയന്റഡ് അപ്രോച്ച് ആണെന്ന് പറയാം. എ സയന്റിഫിക് അപ്രോച്ച് ഈസ് സെഡ് ടു ബി സെൻട്രൽ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ OB. മോഡേൺ OBയുടെ ഒരു സെൻട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? സയന്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ ഈസ് കോംപ്ലക്സ് ആൻഡ് ഓഫൻ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ആണ്. അതേപോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. OB practitioners seek knowledge to describe, understand and predict and control behavior and organization. OB practitioners എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇവരുടെ ഈ ഒരു ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കൂട്ടാ. ഈ ഗോള് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, പ്രെഡിക്ഷൻ എന്താണ്, കൺട്രോളിങ് എന്താണ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ OB പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓർഗനൈസേഷനിലെ ബിഹേവിയറെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, OB ഈസ് സയന്റിഫിക് ബിക്കോസ് ഇൻഫർമേഷൻ ആൻഡ് മെത്തഡോളജീസ് ഇറ്റ് റെപ്രസെന്റ്സ്. ഇനി സയന്റിഫിക് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ ഇൻഫർമേഷൻ ആൻഡ് മെത്തഡോളജി ഇറ്റ് റെപ്രസെന്റ്സ്. അതായത് അതിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും മെത്തഡോളജി ഒക്കെ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അത്രയും ആക്യുറസി ഉള്ളതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് സയന്റിഫിക് ആണെന്ന് പറയാം. ഇറ്റ്സ് ഇൻഫർമേഷൻ റിസൾട്ട്സ് ഫ്രം ഇൻക്വയറീസ് carried out according to 4 scientific core values: accuracy, objectivity, skepticism and open-mindedness. ഇതിൽ നിന്ന് കിട്ടുന്നൊക്കെ ഇൻഫർമേഷൻസിന്റെ കോർ വാല്യൂസ് ആണ് പറയുന്നത്. ആക്യുറസി എന്തായിരിക്കും? ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ മാത്രം എഴുതി ചേർക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സബ്ജക്ടിവിറ്റി. അതായത് നമ്മുടേതായിട്ടുള്ള കുത്തിക്കോറി വെക്കലൊന്നും അതിലില്ല. വ്യക്തമായിട്ട് എന്താണോ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ എന്താണോ കണ്ടറിഞ്ഞിട്ടുള്ളത് അത് മാത്രമായിരിക്കും, അത്തരം ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും അതിലുണ്ടായിരിക്കും. അതിനെയാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്കെപ്റ്റിസം, പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡഡ്നെസ്. ഇതൊക്കെ എന്താണ്? OBയുടെ കോർ വാല്യൂസ് ആണ്. It is important to note that theories in OB are much more descriptive than prescriptive. Than the participant provides information that gives us a better understanding of human behavior in organization. No attempt is made to say what the behavior should be. No, descriptive ആയിരിക്കും. പ്രിസ്ക്രിപ്റ്റീവിനേക്കാൾ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ല. നമ്മളേതായിട്ട് നമ്മൾ മുന്നേ കൂട്ടി ഒന്നും എഴുതി വെക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ പാടുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു കെമിക്കൽ ലാബോറട്ടറിയിലുള്ള എംപ്ലോയീസിനെ പറ്റിയിട്ട് നമ്മൾ പറയാന്ന് വിചാരിക്കാം. ലാബ് അല്ലേ, അവിടെ കെമിക്കൽസ് കുറെ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ എഴുതരുത്. അതാണോ? നോ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു സേ വാട്ട് ദ ബിഹേവിയർ ഷുഡ് ബി. നമ്മുടേതായിട്ട് നമ്മൾ ഒരു അറ്റംപ്റ്റ് അവിടെ കൊടുക്കാൻ പാടില്ല. അവിടുത്തെ എംപ്ലോയീസ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുന്നവരല്ല, അപ്പൊ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പറയരുത്. അതുകൊണ്ടാണ് പ്രിസ്ക്രിപ്റ്റീവ് ആയിരിക്കരുത് എന്ന് പറയുന്നത്. എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം. എംപ്ലോയിയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടറിഞ്ഞോ അല്ലെങ്കിൽ എന്ത് നമ്മൾ അന്വേഷിച്ചറിഞ്ഞോ അത് മാത്രം എഴുതി വയ്ക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ തിയറീസ് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ആണ്, പ്രിസ്ക്രിപ്റ്റീവ് അല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സയന്റിഫിക് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് 3 ലെവൽസ് ഓഫ് അനാലിസിസ് ആണ് OBയിൽ നടക്കുന്നത്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 3 ലെവലുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
OB പഠിക്കാം. അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഓൾ ദി ഡെഫിനിഷൻ ഓഫ് OB ഡെപിക്ട് ദാറ്റ് ദ ഫീൽഡ് ഫോക്കസസ് ഓൺ ബിഹേവിയർ അറ്റ് 3 ഡിസ്റ്റിങ്ക്ട് ലെവൽസ് ഓഫ് അനാലിസിസ്. 3 ഡിസ്റ്റിങ്ക്ട് ലെവൽസിലാണ് നമ്മുടെ അനാലിസിസ് പോകുന്നത്. ഫസ്റ്റ് ലെവൽ ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തരുടെയും ബിഹേവിയർ പഠിക്കും. ദ ഫോക്കസ് ഈസ് ഓൺ പ്രോസസ് ഓർ ഫിനോമിന സച്ച് ആസ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, ഇന്റലിജൻസ്, മോട്ടിവേഷൻ എക്സെട്ര ദാറ്റ് ഇൻഫ്ലുവൻസ് ഹൗ പീപ്പിൾ ബിഹേവ് ആസ് ഇൻഡിവിജ്വൽസ്. കേട്ടോ, ഓരോരുത്തരുടെയും പഠിക്കും. ഓരോരുത്തരുടെ വാല്യൂസ് എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ബിലീഫ് എന്താണ്, ഇന്റലിജൻസ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്. ഒരാള് മോശമായാൽ മതി ചിലപ്പോ മറ്റെല്ലാവരെയും കൂടെ അവിടുന്ന് തിരിക്കാനായിട്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ലെവലിലും കൂടെ നമ്മൾ എന്ത് പറയും, OB പഠിക്കുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ലെവൽ 2 ഗ്രൂപ്പ് ലെവൽ. This is more concerned with the social and interpersonal aspects such as group dynamics and leadership. അതായത് ഗ്രൂപ്പ് ഡൈനാമിക്കും ലീഡർഷിപ്പ് ആണ് മെയിൻ ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുക. ഒരു എംപ്ലോയീസിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, അവരുടെ ഇന്റർപേഴ്സണൽ ആസ്പെക്ട്സ്, അവരെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, കോവർക്കേഴ്സുമായിട്ട് എങ്ങനെയാണ്, അതിനനുസരിച്ച് അവരുടെ വർക്കിന് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഗ്രൂപ്പ് ലെവൽ OB നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ലെവൽ. The main concern here is the behavior of an organization as a whole. For example, its culture, structure and process. ഓർഗനൈസേഷന്റെ കൾച്ചർ ഇപ്പോ നമ്മുടെ അവിടെ ഉള്ള, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലവിടെ, നമ്മുടെ കേരളത്തിൽ മാത്രം എടുക്കും. ഇവിടുത്തെ ഓർഗനൈസേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ കേരള കൾച്ചർ ഉണ്ടായിരിക്കും. ഇതും കൊണ്ട് അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, വർക്കാവില്ല. അവിടുത്തെ കൾച്ചർ ഡിഫറെന്റ് ആണ്. സോ അതിൻ്റെതായിട്ടുള്ള കൾച്ചർ, അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ടായിരിക്കും, സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ യൂണിഫോം തൊട്ടെടുക്കാം, അതിൽ വരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ സാലറിയിൽ മാറ്റം ഉണ്ടായിരിക്കും, അവരുടെ ഫുഡ്, സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാത്തിലും എന്തുണ്ടായിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ സോ ഓർഗനൈസേഷണൽ ലെവലിൽ കൂടെ എന്ത് ചെയ്യണം, OB കൺസേൺ ഉണ്ടായിരിക്കണം. അപ്പൊ 3 ലെവൽസിലാണ് OBയുടെ അനാലിസിസ് നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ബേസിക് ആൻഡ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്. അതായത് തിയറി ഉണ്ടായിരിക്കും, ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, അറിയില്ലേ, റിസർച്ചും പ്രാക്ടീസും ഉണ്ടായിരിക്കും. The field of OB is both basic and applied in nature. Basic in generating knowledge. Basic എന്ന് പറയുന്നത് എന്താ, നോളജ് ജനറേറ്റ് ചെയ്യുക, റിസർച്ച് ചെയ്യുക. ആൻഡ് അപ്ലൈഡ് ഇൻ യൂസിങ് ദാറ്റ് നോളജ്. അതായത് നമ്മൾ അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി യൂസ് ചെയ്യുക. On one hand, it tries to scientifically and study individual and group behavior in organization. On the other, it addresses the practical task of improving individual and organizational performance and enhanced member satisfaction. ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ എന്താണ്, tries to scientifically study individual and group behavior in organization. ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ ബിഹേവിയർ ഇൻഡിവിജ്വൽ ലെവൽ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ലെവൽ ആയിക്കോട്ടെ പഠിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ എന്താണ്, അതിനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റാനായിട്ട് നോക്കും. കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ സാലറി മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരുടെ ബിഹേവിയറിനെ മാറ്റി നല്ല രീതിയിൽ ഓർഗനൈസേഷന് ഡെവലപ്മെന്റ് ഉണ്ടാക്കാം. And OB applies the knowledge and gained about individuals, groups and organization on behavior to make organizations work more effective. എന്ത് ചെയ്യുന്നുണ്ട്, ഈ എടുത്ത നോളജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മള് ഓർഗനൈസേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഓർഗനൈസേഷനെ കുറച്ചും കൂടി ഇഫക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുത്താനായിട്ട് അതിന് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ 3 കീ പോയിന്റ്സ് ആണ് OBയിൽ വരുന്നത്. ഫസ്റ്റ് വൺ സയന്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, എംപിരിക്കലി പ്രൂവ് ചെയ്തതാണ്, റിസർച്ച് ഓറിയന്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ 3 ലെവൽസ് ആയിട്ടാണ് അനാലിസിസ് നടക്കുന്നത്, ഇൻഡിവിജ്വലി, ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ബേസിക് ആൻഡ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്, അതായത് റിസർച്ചും ഉണ്ട്, പ്രാക്ടിക്കലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ ഇത്? ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഹിസ്റ്റോറിക്കൽ ആന്റിസിഡന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ. ഇതൊരു 3-4 പേജ് ആയിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി കൊടുത്തിട്ടുള്ളത്. ഞാനത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള നോട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് പഠിച്ചിട്ട് പോയാൽ മതി. എല്ലാ വർഷവും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷം എല്ലാ എക്സാമിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഹിസ്റ്റോറിക്കൽ ആന്റിസിഡന്റ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് വരുമ്പോ ചിലപ്പോൾ ഇങ്ങനെ ആയിട്ടൊന്നും ആയിരിക്കില്ല വരെ. ഹിസ്റ്റോറിക്കൽ ആന്റിസിഡന്റ് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റഡി, അല്ലെങ്കിൽ ഹോത്തോൺ സ്റ്റഡീസ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ചോദിക്കാറ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നാളെ അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് 2:30 തന്നെ വെക്കാം. ഓക്കെ.
ഇന്ന് വേറെ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മാം. താങ്ക് യു.